അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്മാഉൽ ഹുസ്നയും അതിൻ്റെ അത്ഭുത ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിലെ ഒന്നാമത്തെ ഇസ്മായ യാ അല്ലാഹ് എന്ന ഈ ഇസ്മ ഈമാൻ വർദ്ധിച്ചു കിട്ടാൻ, ആഖിബത്ത് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഇസ്മാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്, അതിൽ ഒരു ഗുണമാണ് പറയുന്നത്. അപ്പൊ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഒരു ഇസ്മ യാ അല്ലാഹ് എന്ന ഈ ഇസ്മ എല്ലാ നിസ്കാര ശേഷവും 66 പ്രാവശ്യം വീതം പതിവായിക്കൊണ്ട് ചൊല്ലിയാൽ ഈമാൻ വർദ്ധിക്കും, ഹൃദയത്തിൽ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നിറയും, എല്ലാറ്റിലും ഉപരിയായിക്കൊണ്ട് അന്ത്യം നന്നായി കിട്ടും, ആഖിബത്ത് നന്നായി കിട്ടും, ഈമാനോട് കൂടിയുള്ള മരിക്കാനുള്ള ആ മഹാഭാഗ്യം ലഭിക്കും. നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടുള്ള നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണല്ലോ. അപ്പൊ ചെയ്യേണ്ട രൂപം, ഇതിന്റെ പൂർണ്ണമായ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒന്നുകൊണ്ടായിരിക്കുക കിബിലക്ക് അതിന്റെ ഒരു ഭാഗം. അപ്പൊ ഇൻഷാ അങ്ങനെ ആകുമ്പോൾ ഏറ്റവും നല്ലത്. ഇതിന്റെ പൂർണ്ണമായ രൂപം കിട്ടാൻ വേണ്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം എന്നത് ബിസ്മിയും ഹംദും സലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം ഈ ഇസ്മ എല്ലാ നിസ്കാരത്തിന് ശേഷവും 66 തവണ 66 പ്രാവശ്യം യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് എന്നിങ്ങനെ 66 പ്രാവശ്യം യാ അല്ലാഹ് എന്ന ഈ ഇസ്മ 66 പ്രാവശ്യം പതിവാക്കി കൊണ്ടുവന്നാൽ ഈമാൻ വർദ്ധിക്കാനും ആഖിബത്ത് നന്നായി കിട്ടാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ധാരാളം നമുക്ക് ലഭിക്കാനും സാധിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി 99 നാമങ്ങളിൽ ഒരു നാമമാണ് പറഞ്ഞത്. ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് അതിന്റെ ഓരോരോ എപ്പിസോഡായിട്ട് വരും. താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഒരുപാട് ഗുണങ്ങളുണ്ട്. മനസ്സ് നന്നായി കിട്ടാൻ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ നമുക്ക് വശീകരിച്ചെടുക്കാൻ, അങ്ങനെ ജോലി ശരിയാവാനും, മക്കളില്ലാത്ത ഒരുപാട് സവിശേഷതകളുള്ള ഒരുപാട് ഇസ്മുകൾ വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിയുന്നതും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.